ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवम् श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरतो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपं। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. സീതാതപത്രാ വ്യജനേരുപസ്കൃതാ പ്രസൂനവർഷേരഭിവർഷിതാ പദീ പിസംഗവാസാ വനമാലയാ ഭവോ ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈ. സീതാതപത്രാ വ്യജനേരുപസ്കൃതാ പ്രസൂനവർഷേരഭിവർഷിതാ പദീ പിസംഗവാസാ വനമാലയാ ഭവോ ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സീതാതപത്ര വ്യജനൈരുപസ്കൃതഃ പ്രസൂനവർഷൈരഭിവർഷിതാ പദേ പിശങ്കവാസാ വനമാലയാ ബഭോ ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. ദ്വാരകയിലെ രാജവീതിയിലൂടെ ഭഗവാൻ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് ഒരു ധവള നിറമാർന്ന കുടയാൽ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. വെൺചാമരങ്ങൾ അർദ്ധവൃത്താകൃതിയിൽ വീശപ്പെടുകയും വീതിയിലുടനീളം പുഷ്പവൃഷം നടത്തുകയും ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പീതാംബര ഉടയാടകളും പൂമാലകളും സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ, മഴവില്ല് എന്നിവയാൽ ഏകകാലത്ത് പരിവേഷ്ടിക്കപ്പെട്ട കാർമേഘം പോലെ തോന്നിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരിബോൾ. As the Lord passed along the public road of Dwaraka, his head was protected from the sunshine by a white umbrella. White feathered fans moved in semicircles, and showers of flowers fell upon the road.
His yellow garments and garlands of flowers made it appear as if a dark cloud were surrounded simultaneously by sun, moon, lightning, and rainbows. ഭഗവാൻ ദ്വാരകയിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇതേവരെ കൊട്ടാരത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ കുറെ ആഴ്ചകളായിട്ടല്ലേ ഭഗവാൻ വരവ് കാത്തിരിക്കുന്ന ആൾക്ക്, ദ്വാരകവാസികള് ഒരുപാട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് അവിടുന്ന് ഹസ്തിനപുരത്ത് നിന്ന് 2-3 പ്രാവശ്യം ഡിലേ ആയി. ആദ്യം കുന്തി മഹാറാണി റിക്വസ്റ്റ് ചെയ്തു, യുധിഷ്ഠിര മഹാരാജ് റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ എപ്പോഴാണ് വരുന്നത് എന്നും കൂടി അറിയില്ല. ഇത് അന്ന് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. എങ്കിലും കൂടി ഭഗവാൻ ഔട്ട്സ്കേർട്ടിലെത്തിയപ്പോൾ അവിടെ പാഞ്ചജന്യം, ശംഖുനാഥം മുഴക്കി. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പില് അല്ലെങ്കിൽ കടക്കില എന്താണ് ചെയ്യുന്നത്, അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി ഭഗവാനെ സ്വീകരിക്കാൻ എല്ലാ മെയിൽ മെമ്പേഴ്സും. ഫീമെയിൽ മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്തു, ടെറസിലും ബാൽക്കണിയിലും അങ്ങനെ ഓരോ സ്ഥലത്ത് ഒത്തുകൂടി ഭഗവാന്റെ ദർശനം എടുക്കുകയാണ്. ഭഗവാൻ ഇപ്പോ എത്താറായി അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഹീറോ വരുന്ന സമയത്ത് അത്ര പെട്ടെന്നൊന്നും വരില്ല, കുറച്ചൊക്കെ സസ്പെൻസ് ആയിട്ടാണ് ഹീറോന്റെ എൻട്രി ഉണ്ടാവുക. അതേപോലെ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഹീറോ ആണ് വരുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് എൻട്രി ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് ആഴ്ചകളായിട്ട് ആ ഭഗവാന്റെ വരവും കാത്തിരിക്കാൻ നമ്മൾ കുറെ ശ്ലോകങ്ങളിലൂടെ. ഈ അധ്യായം മുഴുവന് ഭഗവാന്റെ ആ എൻട്രിയാണ്. അപ്പൊ ഇവിടെ ഇന്ന് കൊട്ടാരത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഭഗവാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ എല്ലാ പാരഫെനാലിലും അവരെല്ലാവരും സ്തുതിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ആ ദർശനത്തിന് വേണ്ടിയിട്ട് സൂര്യൻ, ചന്ദ്രൻ, മഴവില്ല്, അതേപോലെ മിന്നല്, ഇതെല്ലാം അവിടെ, അതുപോലെ നക്ഷത്രങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാവരും അവിടെ സന്നിധരായിട്ടുണ്ട് ഭഗവാന്റെ ദർശനത്തിനും ഭഗവാനെ സ്തുതിക്കാനും ഭഗവാന്റെ ആ ഒരു നോട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒത്തുകൂടിയ സമയം സാധാരണ അങ്ങനെ ഒത്തുകൂടില്ല അല്ലെ? അപ്പൊ സൂര്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല സൂര്യ വെളിച്ചത്തില്. അതേപോലെ റെയിൻബോസ്, ലൈറ്റ്നിങ്, നക്ഷത്രങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ സൂത ഗോസ്വാമി ഉപമിക്കുന്നത് അങ്ങനെയാണ്. ഈ ഉപമ ഇതിന് മുമ്പുണ്ടായിട്ടില്ല, പക്ഷെ ഇത് നമുക്ക് ഇൻകൺസീവബിൾ ആണെന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉപമയാണ്. ഇവരെല്ലാം പേഴ്സണാലിറ്റീസ് ആണ്. ഇവരെല്ലാം ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഭഗവാന്റെ പാരഫെർനാലിയാണ്. നമ്മളിപ്പോ ഭഗവാനെ അർച്ചന ചെയ്യുന്ന സമയത്ത് ചാമര, വിസ്ക് അല്ലെ, അത് സെമി സർക്കിളിൽ ഇങ്ങനെ ചെയ്യില്ലേ, എന്താണ് ഭഗവാനെ സേവിക്കുകയാണ്. അപ്പൊ അതേപോലെ ഇവിടെ ചന്ദ്രമ അതേപോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യനെ ഛാത, അതായത് കുടയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെയിൻബോസിനെ വനമാല, ലൈറ്റ്നിങ് അത് പീതാംബര വസ്ത്രം. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ വൃന്ദാവനത്തിലെ ക്ലൈമറ്റ്സ് നോക്കുമ്പോൾ എല്ലാ ഋതുക്കളും ഒരുമിച്ച് വരുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഓക്കെ, എല്ലാ ഋതുക്കളും 6 ഋതുക്കളും ഒരേ സമയത്ത് വരുന്നു. പക്ഷെ ഭഗവാന്റെ ലീലയ്ക്ക് അതിന് ആസ്വാദനം കൂട്ടാൻ വേണ്ടിയിട്ട്, ആനന്ദം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഋതുക്കളും സേവ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഏത് ഋതുവാണോ ഭഗവാൻ ആവശ്യം ആ സമയത്ത് വെച്ചാൽ ആ ഋതു പ്രകടം വന്നു. സാധാരണ മഴക്കാലവും, അതായത് വിന്ററും സമ്മറും റെയിനി സീസണും സ്പ്രിങ്ങും മറ്റേ ഓട്ടവും ഇതൊന്നും ഒരേ സമയത്ത് പ്രകടമാവില്ല. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാന്റെ എല്ലാം അചിന്തമാണ്, ഇൻകൺസീവബിൾ ആണ്. അപ്പൊ ഭഗവാന്റെ അചിന്ത ശക്തി എന്തും സംഭവിക്കാം. നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയിലോ യുക്തിയിലോ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ അചിന്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ. ഭഗവാന്റെ ജന്മം തന്നെ എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത ത്യക്വാദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജനം. ഭഗവാന്റെ ജന്മം, കർമ്മം ഇതെല്ലാം ദിവ്യമാണ്, ട്രാൻസെൻഡന്റലാണ്. അതൊന്നും നമ്മളുടെ ആ ഒരു ബുദ്ധിയിൽ ഒതുങ്ങുന്നല്ല. അത് ട്രാൻസെൻഡന്റലാണ്, അത് അചിന്ത്യമാണ്. ഭഗവാൻ ജനിച്ചത് തന്നെ എങ്ങനെയാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്? ഭഗവാന്റെ ഏത് രൂപത്തിലാണ് ഭഗവാൻ ജനിച്ചത്?
ചതുർഭുജ വിഷ്ണു രൂപത്തില്. ചതുർഭുജമായി, ചതുർബാഹുമായിട്ട് അല്ലെ, നാരായണന്റെ വിഷ്ണുവിന്റെ ഫോമിലാണ് ജനിച്ചത്. നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളുടെ ദേഹം മുഴുവനും മലമൂത്രം ആവരണപ്പെട്ടിട്ട് ചോരയും ഇതെല്ലാം അല്ലെ, അതിലാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മളുടെ ഇച്ഛപ്രകാരമല്ല ജനിക്കുന്നത്. ഭഗവാനല്ല, ഭഗവാൻ സ്വ ഇച്ഛയാൽ, ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ വരണം, എപ്പോ വരണം, ആരുടെ മകനായിട്ട് വരണം, ഇതെല്ലാം ഭഗവാൻ നേരത്തെ കൂട്ടി തീരുമാനിക്കും. ഭഗവാന്റെ ഇച്ഛയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക്, അഭക്തന്മാർക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം ഇൻകൺസീബിൾ ആണ്, അചിന്ത്യമാണ്. അതാണ് ഭഗവാന്റെ ഓരോ ലീലകളും അചിന്ത്യമാണ്. പിന്നെ ഭഗവാൻ അങ്ങനെ ജനിച്ച് അതിനുശേഷം ദേവകി മാതാവിന്റെയും വസുദേവരുടെയും അപേക്ഷ പ്രകാരം ഭഗവാൻ ഒരു ബേബി ഫോമിൽ വരുന്നതാണ്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി എന്നെ ഗോകുലത്തിൽ കൊണ്ടുപോകണം, എനിക്ക് അവിടെ ആക്കിയിട്ട് അവിടുന്ന് ഒരു പെൺകുട്ടി ജനിച്ചിട്ട് കൊണ്ടുകൊണ്ടണം. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസിനും ഭഗവാൻ കൊടുക്കുന്നതാണ്. ഏതൊരു കുട്ടിയാണ് അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് സാധാരണ ഇതില്? ഇല്ല അല്ലേ? അത് മാത്രമല്ല, ഭഗവാൻ ജനിച്ച ശേഷമുള്ള ലീലകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ലീലകളാണ് ഭഗവാൻ ചെയ്തല്ലേ? ഗോവർദ്ധൻ ലീല, കാളിയ ലീല, അതേപോലെ ഒരുപാട് അസുരന്മാരെ വധിച്ചു. ഇതൊന്നും നമ്മളുടെ ഇതില് ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ഈവൻ ഇന്ദ്രനും ബ്രഹ്മാവിനും കൂടി കൺഫ്യൂഷൻ വന്നു, ഭ്രമം വന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാവ് അഘാസുര വധത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ വന്നത്. ഇന്ദ്രൻ ടെസ്റ്റ് ചെയ്തു ഗോവർദ്ധൻ ലീല. ഗോവർദ്ധൻ 7ാമത്തെ വയസ്സിലാണ് ഭഗവാൻ പൊക്കി പിടിച്ചത്, അതും ഇടത്തെ കൈയിലെ ചെറുവിരൽ വെച്ചിട്ട്. നമുക്കൊരു ടേബിൾ പൊക്കാൻ പറ്റുമോ ഒരു കൈ കൊണ്ട്? ഗോവർദ്ധൻ വേണ്ട, ഒരു ടേബിള് 2 കൈ കൊണ്ട് പൊക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഭഗവാനെ അളക്കാൻ, ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഭഗവാന്റെ ഓരോ കാര്യങ്ങളും അചിന്ത്യമാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതെല്ലാം അചിന്ത്യമാണ് അല്ലേ? എങ്ങനെ നമ്മളുടെ ശരീരത്തിനെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ. നമ്മൾ അറിയാതെ തന്നെ ഈ ശരീരത്തിൽ എന്തെല്ലാം സിസ്റ്റംസ് എങ്ങനെയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ഓരോ സിസ്റ്റംസും, അതിലെ പ്രകൃതിയിലെ ഓരോ ജീവികളെ എടുത്തു നോക്കൂ, പുഷ്പങ്ങൾ എടുത്തു നോക്കൂ, മറ്റ് അന്യജീവികളെ എടുത്തു നോക്കൂ. അവരെല്ലാം ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഐഡന്റിക്കൽ ആയിട്ടില്ല. എല്ലാം സെപ്പറേറ്റ് ആണ്, എല്ലാം സെപ്പറേറ്റ് ആണ്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്തിനാ അധികം ദൂരം ഒന്നും പോകണ്ട, ഭഗവാന്റെ ലീലയും കൂടി നോക്കണ്ട, പ്രകൃതിയിലെ വീക്ഷിച്ചാൽ മതി. ഒരു സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം, സ്വീറ്റ് വാട്ടർ, ഒരു ഗ്ലാസ്സിലെടുത്ത് നോക്കുക. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ചീത്തയാവും. പക്ഷെ കടലിലെ വെള്ളം ചീത്തയാവുന്നുണ്ടോ? എത്രയോ കാലമായിട്ട് അതിലിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ അതിൽ ഉപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും അത്രയും അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ടും നമ്മുടെ സാധാരണ അഭക്തന്മാര്, അവിശ്വാസികൾ വിചാരിക്കുന്നതാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അല്ലേ? നമ്മള് ബംബിൾ ബി, വൻ തേനീച്ച ഉണ്ട്. ആ വൻ തേനീച്ച ആക്ച്വലി സയൻസിന്റെ പ്രകാരം അതിന് ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. പക്ഷെ അതിന്റെ ചിറകുകൾ വളരെ ചെറുതാണ്. ആ വെയിറ്റിനനുസരിച്ചിട്ടുള്ള ചിറകല്ല അതിനുള്ളത്. അപ്പൊ അതിന് ആക്ച്വലി സയൻസ് പ്രകാരം അതിന് പറക്കാൻ പറ്റില്ല, പക്ഷെ അത് പറക്കുന്നു. അത് പറക്ക് മാത്രമല്ല, അത് തേനീച്ചയും സ്വരൂപിച്ചിട്ടാണ് പറക്കുന്നത്. അപ്പൊ സയൻസിന് വിരുദ്ധമായിട്ടാണ് അത് ആക്ച്വലി നോക്കുമ്പോൾ. കാണിച്ചാൽ അതിന് പറക്കണമെങ്കിൽ അതിന്റെ ലിഫ്റ്റിംഗ് പവർ, ത്രസ്റ്റ് പവർ, അതിന്റെ ഡ്രാഗിങ് പവർ അതൊക്കെ വേണം. അതിന് ഈ ചിറകുകൾക്ക് ശക്തിയില്ല. പക്ഷെ അത് കൂടിയും അചിന്ത്യമാണ്. നമ്മൾ കടലില് തിമിംഗലം നമുക്കറിയാം അല്ലെ? വെയിൽ, ബ്ലൂ വെയിൽ പറഞ്ഞിട്ടൊരു വലിയ ഒരു ജീവിയുണ്ട്. അത് എത്ര ലിറ്റർ പാലാണോ അത് കുടിക്കുന്ന അറിയാം എൻ്റെ കുട്ടി? ഒരു ദിവസം 300 ലിറ്റർ അത്രേ. ആലോചിച്ചു. ഒരു തിമിംഗലത്തിന്റെ കുട്ടി പ്രസവിച്ച ശേഷം 300 ലിറ്റർ പാല് കുടിക്കുകയാണ് ഒരു ദിവസം. 50 രൂപ വെച്ചിട്ട് 300 ലിറ്റർ എത്രയായി? അപ്പൊ ഏകദേശം 50 രൂപ ഒരു ലിറ്ററിന് വെച്ചാലും കൂടിയിട്ട് ഒരു മാസം എത്ര ലക്ഷത്തിന്റെ പാലാണ് കുടിക്കുന്നത്.
ഇതൊന്നും നമ്മളുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്, ബുദ്ധിക്ക് മീതെയാണ്. ഇതാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്. ആ ഭഗവാൻ വരുമ്പോ അത്ര പെട്ടെന്ന് എൻട്രി കിട്ടുമോ? നമ്മുടെ സിനിമയിലൊക്കെ നായകന്മാർ വരുമ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ സസ്പെൻസ് കഴിഞ്ഞാൽ ഇവിടെ അപ്പിയർ ആവും. പക്ഷെ ഇവിടെ നമ്മൾ എത്രയോ ആഴ്ചകളായിട്ടാണ് ഭഗവാന്റെ ആ വരവിനെ എൻട്രിയെ കാത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ആക്ച്വലി ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ഭഗവാന്റെ എൻട്രൻസ് ടു ദ്വാരകയാണ്. അപ്പൊ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇവരെല്ലാം ആക്ച്വലി പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ ഭഗവാന്റെ ആ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതനുസരിച്ചിട്ടാണ് അവരുടെ സേവ. നമ്മൾ സേവ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ആഗ്രഹപ്രകാരം. നമുക്ക് ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ ഓഫർ ചെയ്ത് നമ്മൾ കഴിക്കും. ഭഗവാന്റെ ഇച്ഛ എന്താണ്, ഭഗവാൻ എന്താണ് ഇഷ്ടം, അതെല്ലാം നമ്മൾ നോക്കുന്നു, അല്ലെ? ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താണോ നന്നായി തോന്നുന്നത്, നമുക്ക് എന്താണോ പാചകം ചെയ്യാൻ നന്നായിട്ട് അറിയുന്നത്, അത് പാചകം ചെയ്തിട്ട് നമ്മൾ ഗസ്റ്റിന് കൊടുക്കും. ആക്ച്വലി വേണ്ട എന്താണ്? ആ ഗസ്റ്റിന് എന്താണ് ആഗ്രഹം അത് അന്വേഷിച്ച് അത് പ്രകാരം നമ്മൾ പാചകം ചെയ്ത് കൊടുക്കണം, അല്ലേ? അതാണ് വേണ്ടത്. ആ ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ എത്തി. ഇനി കൊട്ടാരത്തില് പ്രവേശിക്കാൻ പോവാണ്. ആ ഭഗവാന്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്ലോകങ്ങളില് ആ ഭഗവാന്റെ വരവേൽക്കാനുള്ള ദ്വാരകാവാസികളുടെ ആ ഒരു ആകാംക്ഷ, അവരുടെ ആ സിൻസിയറിറ്റി, ഭഗവാനെ കാണുമ്പോഴുള്ള സന്തോഷം, ആനന്ദം, ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പേ ശ്ലോകങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. So the sun, moon, rainbow and lightning do not appear in the sky simultaneously. ഇതൊന്നും ഒരുമിച്ച് നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴും കണ്ടിട്ടുണ്ടോ? സണ്ണുള്ള സമയത്ത്, നല്ല സൂര്യ വെളിച്ച സമയത്ത് ചന്ദ്രനെ എവിടെ കാണാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ റെയിൻബോ, ലൈറ്റ്നിങ്, ഇവിടെ ക്ലൗഡ്. അപ്പോ ആക്ച്വലി ഈ ഭഗവാൻ എന്താണ്? ഗണശ്യാം, അല്ലേ? അതായത് ഡാർക്ക് ക്ലൗഡ്. ആ ഭഗവാന്റെ ആ ഇതിൽ കൂടെ ഈ ലൈറ്റ്നിങ് വരുമ്പോ അല്ലെങ്കിൽ റെയിൻബോ കാണുമ്പോ അതിന് ഭംഗി കൂടുന്നു, അല്ലെ? അപ്പൊ ഭഗവാന്റെ മേലുള്ള ദേഹത്തിലുള്ള ആഭൂഷണം ഭഗവാന് ഭംഗി കൂട്ടുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ ദേഹത്ത് ആഭൂഷണം വരുമ്പോൾ നമ്മളുടെ ഭംഗി കൂട്ടുന്നു. പക്ഷെ ഭഗവാന് നേരെ വിപരീതം. ഭഗവാന്റെ ദേഹത്ത് ആഭൂഷണം വരുമ്പോൾ ആഭൂഷണത്തിനാണ് ഭംഗി കൂടുന്നത്, ഭഗവാന്റെ ദേഹത്തിൽ ഇട്ടത് കൊണ്ട്. നേരെ മറിച്ച് നമ്മളുടെ ദേഹത്തിൽ ആഭൂഷണം വരുമ്പോൾ നമ്മളുടെ ഭംഗിയും കൂടുന്നത്. ഇവിടെ ഭഗവാന്റെ ദേഹത്തിലായതുകൊണ്ട് ആ ആഭൂഷണത്തിന്റെ ഭംഗി കൂടുന്നു. അപ്പൊ അതേപോലെ ഇവിടെ ഘനശ്യാം, ആ ക്ലൗഡിന്റെ ഭഗവാനെ ക്ലൗഡായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലൗഡിന്റെ ഇടയിൽ കൂടെ ഈ മഴവില്ലും മിന്നലൊക്കെ കാണുമ്പോൾ അതിന്റെ ഭംഗി കൂടുന്നു. ഇവരെല്ലാം സേവിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും അചിന്ത്യമാണ്. ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തില് ജയദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് എടുത്തു. സുദർശന ചക്രം കൊണ്ട് സൂര്യഭഗവാനെ മറിച്ചു, അല്ലെ? സാധാരണ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പെർപ്ലക്സ്ഡ് ആയി, കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അത് മാറ്റിയപ്പോൾ സൂര്യൻ വീണ്ടും വന്നു. ആ സമയത്ത് അർജുനോട് പറഞ്ഞു ജയദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്തും തൻ്റെ ഭഗവാൻ എല്ലാ യുദ്ധം കഴിഞ്ഞിട്ട് അർജുനോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്തുകൊണ്ട് ഭഗവാൻ ആദ്യം ഇറങ്ങിയില്ല? കാരണം ആ രഥം അവശേഷിച്ചിട്ടില്ല, ബാക്കിയില്ല ഒന്നും. ഭഗവാന്റെ പ്രസൻസ് കാരണമാണ് ആ രഥം ഇപ്പോഴും, അതായത് നശിക്കാണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം അർജുനോട് ഇറങ്ങാൻ വന്നത്. പിന്നീടാണ് ഭഗവാൻ ഇറങ്ങിയത്. ഭഗവാൻ ഇറങ്ങിയ ശേഷം ആ രഥം എല്ലാം ഛിന്ന ഭിന്നമായി പോയി. അപ്പോ എവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടോ അവിടെ എല്ലാം മംഗളമായിട്ടിരിക്കും. എല്ലാവരും ഭഗവാനെ സേവിക്കാൻ വേണ്ടി വരും. ഭഗവാന്റെ സേവകന്മാരാണ്. പക്ഷെ ഇത് നമ്മുടെ ഭക്തന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഭഗവാന്റെ ഈ ഇൻകൺസീവബിൾ പൊട്ടൻസി, അത് ഭക്തന്മാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അഭക്തന്മാർക്ക് ഒരിക്കലും ഇതെല്ലാം നമ്മൾ ഒരു മിഥ്യയായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. When there is sun, the moonlight becomes insignificant. And if there are clouds and a rainbow, there is no manifestation of lightning. അവിടെ കാർമേഘവും മഴവിലുള്ള സമയത്ത്
ലൈറ്റ്നിങ് കാണില്ല എന്ന് പറയുന്നു. ദ ലോർഡ്സ് ബോഡ്ലി ഹ്യൂ ഇസ് ജസ്റ്റ് ലൈക്ക് എ ന്യൂ മൺസൂൺ ക്ലൗഡ്. ഭഗവാന്റെ ശരീരത്തിലെ ഇത് സുഗന്ധം അത് ന്യൂ മൺസൂൺ ക്ലൗഡിന്റെ ആണെന്ന് പറയുന്നത്. ഹി ഈസ് കമ്പയർഡ് ഹിയർ ഇൻ ടു ദ ക്ലൗഡ്. ഭഗവാനെ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ? സുതഗോസ്വാമി ഘനശ്യാം, ഡാർക്ക് ക്ലൗഡ് അല്ലേ. ദ വൈറ്റ് അംബ്രല ഓവർ ഹിസ് ഹെഡ് ഈസ് കമ്പയർഡ് ടു ദ സൺ. അപ്പോൾ സൂര്യ ഭഗവാനെ വൈറ്റ് അംബ്രല ആയിട്ട് കാണുന്നുണ്ട്. ദ മൂവ്മെന്റ് ഓഫ് ദ ബഞ്ച് ഹെയർ ഫാൻ ഓഫ് ഫ്ലൂക്സ് ഈസ് കമ്പയർഡ് ടു ദ മൂൺ, ചാമര അത് ചന്ദ്രൻ. ദ ഷവേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ കമ്പയർഡ് ടു ദ സ്റ്റാർസ്. ഒരുപാട് ഫ്ലവേഴ്സ് പൂക്കള് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ട്, അത് നക്ഷത്രങ്ങളോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെല്ലോ ഗാർമെന്റ്സ് ആർ കമ്പയർഡ് ടു ദ റെയിൻബോ. മഴവില്ലിനോടാണ് ഭഗവാന്റെ പീതാംബര വസ്ത്രത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഫെർമമെന്റ് ബീങ് ഇമ്പോസിബിൾ സൈമിൾട്ടേനിയസ് ഫാക്ടേഴ്സ് കനോട്ട് ബി അഡ്ജസ്റ്റഡ് ബൈ കമ്പാരിസൺ. നമുക്ക് ഒരിക്കലും അത് ദഹിക്കാൻ പറ്റാത്ത ഒരു കമ്പാരിസൺ. പക്ഷെ ഭഗവാൻ ആയതുകൊണ്ട് ഇതെല്ലാം അത് സത്യമാണ്. അതിന് യാതൊരു സംശയം നമുക്ക് വേണ്ട. ഭഗവാന് ഒന്നും പറ്റാതായിട്ടില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പോസിബിൾ ആക്കാം, പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഇമ്പോസിബിൾ ആക്കാം ഭഗവാന്. അങ്ങനെ ഭഗവാന്റെ ഡിക്ഷണറിയിൽ അങ്ങനത്തെ ഒരു വേർഡ് കാണില്ല ഇമ്പോസിബിൾ ആയിട്ടുള്ളത്. So his yellow garments are compared to the rainbow. So all these activities of the firmament being impossible simultaneous factors cannot be adjusted by comparison. The adjustment is possible only when we think of the inconceivable potency of the Lord. Okay. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഭഗവാന്റെ ഈ അചിന്ത്യ ശക്തിയെ നമുക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ അചിന്ത്യ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അതിനുള്ള ബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ ഭഗവത്ഗീതയില് 2nd ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആത്മാവിനെ പറ്റിയിട്ട്. ഓക്കെ, ദ ആത്മാ ഇസ് അമേസിങ് 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 എന്നുള്ള 2.29 ആ വേഴ്സില് ചില ആൾക്കാർ പറയുന്നു ആത്മാവ് പറ്റി പറയുന്നു അമേസിങ് ആണെന്ന്. ചില ആൾക്കാർ അതിനെപ്പറ്റി കേൾക്കുന്നു അമേസിങ് ആണ്. ചില ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്ന അമേസിങ് കാരണം ആത്മാവ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സാധാരണ ഈവൻ സയൻസും കൂടി പറയുന്ന മെറ്റീരിയൽ സയൻസ് പറയുന്ന ആത്മാവിനെ പറ്റി പറയുന്നില്ല, അതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് സ്കൂളോ കോളേജിലോ. എന്തിനാ ആത്മാവിനെ പറ്റിയിട്ട്? മനസ്സിനെ പറ്റി പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മളുടെ സയൻസ് ആധുനിക ലോകത്തിലെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ ശാസ്ത്രം അതിന് വളർന്നിട്ടില്ല. ഭഗവാനെ പറ്റിയിട്ടും ആത്മാവിനെ പറ്റിയിട്ട് അറിയുന്നില്ല. എന്നിട്ടാണല്ലോ ഭഗവാനെ പറ്റി അറിയുള്ളൂ. ജീവാത്മാവിന്റെ ആ പൊസിഷൻ, ജീവാത്മാവ് എവിടെയാണ്, അത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് വരുന്നു, ഓക്കെ, അതിന്റെ സൈസ് എന്താണ്, എന്തുകൊണ്ടാണ് പലർക്കും പല ദേഹം കിട്ടുന്നത്, ഈ പ്രകൃതി എന്താണ്, ഇതിനെപ്പറ്റിയൊന്നും നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കാനുള്ള കഴിവും അതിനുള്ള അറിവും സയൻസ് ഇല്ല. സയൻസ് അതിന് വളർന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒരേ ഒരു ഒന്നിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ, നമ്മളുടെ ശാസ്ത്രം. അത് നമ്മുടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പുരാതനമാണ്, സനാതനമാണ്. അതും ഭഗവാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭഗവത്ഗീത അർജുന താങ്കൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ പുതുതായിട്ട് തരുന്ന ഒരു അറിവാണ്. അല്ല, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു അറിവൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ ഇത് സാധിക്കുന്നത്? അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നത് എത്രയോ ജന്മങ്ങൾ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അർജുന, തനിക്ക് ഇതിനെപ്പറ്റി ഓർമ്മയില്ല, കാരണം ജീവാത്മാവാണ്. എനിക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്, കാരണം ഞാൻ ഭഗവാനാണ്. എനിക്ക് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയാം. ഇതെല്ലാം ഭഗവാന്റെ അചിന്ത്യ ശക്തിയാണ്, ഇൻകൺസീവബിൾ പൊട്ടൻസിയാണ്. ഇത് മനസ്സിലാക്കാൻ ഭക്തന്മാർക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. സോ ദ ലോർഡ് ഈസ് ഓൾ പവർഫുൾ ആൻഡ് ഇൻ ഹിസ് പ്രസൻസ് എനിത്തിങ് ഇമ്പോസിബിൾ ക്യാൻ ബി മെയ്ഡ് പോസിബിൾ ബൈ ഇൻകൺസീവബിൾ എനർജി. ഓ, ഭഗവാന്റെ പ്രസൻസ് കൊണ്ടാണ്, ഭഗവാന്റെ ആ ഒരു ഗൈഡൻസ് കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം തന്നെ പാണ്ഡവര് ജയിച്ചത് അല്ലെ. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ, ഇവരൊക്കെ മറുവശത്ത് നിൽക്കുന്ന സമയത്ത് പാണ്ഡവന്മാർക്ക് അത്ര ശക്തിയില്ല ജയിക്കാൻ വേണ്ടി. എന്താണ് ഒരേ ഒരു കാരണം? ഭഗവാന്റെ സാന്നിധ്യമാണ് കുരുക്ഷേത്ര യുദ്ധം ജയിക്കാനും കൂടി.
അപ്പോൾ എന്തിനേയും, എന്ത് ഇമ്പോസിബിൾ കാര്യത്തെയും അതിനെ പോസിബിൾ ആക്കാൻ ഭഗവാന്റെ പ്രസൻസ് മതി, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് മതി. സോ ആ ഭഗവാനെ നമ്മളെ ഉപാസിക്കുമ്പോൾ, ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. പക്ഷെ ഒരു വിശ്വാസം, നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം, ഭഗവാൻ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ. അതല്ല എൻ്റെ ശക്തിയാണ്, എൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ടാലൻ്റാണ് എന്നെ രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു എന്നർത്ഥം. അപ്പം നമ്മളുടെ ജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുക. ഈവൻ ദ്രൗപദി, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ആദ്യം സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. തൻ്റെ നല്ല ബലവത്തായിട്ടുള്ള 5 ഭർത്താക്കന്മാരെ ആശ്രയിച്ചു, നടന്നില്ല. ഭീഷ്മപിതാവിനെ, ദ്രോണാചാര്യരെ, ധൃതരാഷ്ട്രരെ, അങ്ങനെ എല്ലാവരും വിളിച്ചു. അവസാനമാണ് ഭഗവാനെ വിളിക്കുന്നത്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥയിൽ ആര് സഹായിച്ചു? ഭഗവാൻ. ആ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ശക്തി, നമ്മളുടെ അറിവ്, നമ്മളുടെ ടാലന്റ് ഇതെല്ലാം ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഇൻകൺസീവബിൾ എനർജി ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അത് ശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത്, ഗുരു, സാധു ആൻഡ് ശാസ്ത്ര എന്താണോ പറയുന്നത്, അത് നമ്മൾ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് എല്ലാം അതിൻ്റെ റൈറ്റ് പെർസ്പെക്റ്റീവില്, അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദ സിറ്റുവേഷൻ ക്രിയേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് പാസിംഗ് on the roads of Dwaraka was beautiful and could not be compared to anything besides the description of the natural phenomena. അപ്പോൾ ഭഗവാൻ ആ രാജവിധിയിലൂടെ ആ ഹൈവേ കൂടെ നടന്നു വരുന്ന സമയത്ത് അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫിനോമിനയാണ്. ഇതാണ് സൂത ഗോസ്വാമി ഇതിൽ പറയുന്നത് ശ്ലോകത്തിൽ. അടുത്തത് ടെക്സ്റ്റ് 28. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്താ സ്വമാതൃഭിഃ വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുടാ. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്താ സ്വമാതൃഭിഃ വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുടാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്താ സ്വമാതൃഭിഃ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുദാ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കീ ജയ്. സ്വപിതാവിന്റെ ഭവനത്തിൽ പ്രവേശിച്ച ഭഗവാനെ അവിടെ സന്നിഹിതരായിരുന്ന ജനനിമാർ ആശ്ലേഷിക്കുകയും ഭഗവാൻ അവരുടെ പാദങ്ങളിൽ ശിരസ് തൊട്ട് വന്ദിക്കുകയും ചെയ്തു. അമ്മമാരിൽ പ്രമുഖ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മാതാവായ ദേവകി ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. After the house of his father, he was embraced by the mothers present, and the Lord offered his obeisances unto them by placing his head at their feet. The mothers were headed by Devaki, his real mother. Hare Krishna. നെറ്റിലാണ് കേൾക്കുന്നില്ലേ? ഡിസ്റ്റർബൻസ് ഉണ്ട് പ്രഭു. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. നെറ്റ് ഒന്ന് ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ ആണോ? ഓക്കെയാണ് പ്രഭു. Very good. So after entering the house of his father, he was embraced by the mothers present, and the Lord offered his obeisances unto them by placing his head at their feet. The mothers were headed by Devaki, his real mother. So ഭഗവാൻ അങ്ങനെ അച്ഛന്റെ വീട്ടിൽ എൻ്റർ ചെയ്തു. അച്ഛന്റെ വീട്ടിൽ പറഞ്ഞാൽ എല്ലാ റാണിമാരും ഉണ്ട്. അതായത് ആരാണ് അച്ഛൻ?
ഇവിടെ വസുദേവര്. വസുദേവർ. വസുദേവർക്ക് എത്ര പത്നിമാരാണ്? അന്നത്തെ കാലത്തെ ക്ഷത്രിയന്മാർക്ക് ഒരുപാട് 18 പത്നിമാരുണ്ടാവും. 18 ഹരേ കൃഷ്ണ 18 അതെ, 7 സപ്തപത്നിമാർ. 18. 7 പേര് ഉഗ്രസേനന്റെ മക്കള്, 7 പെൺമക്കളെ ദേവകി അടക്കം വിവാഹം ചെയ്തു എന്നാ പറയുന്നത്. ടോട്ടൽ 18 പേരാണ്. അന്ന് ക്ഷത്രിയന്മാർക്ക് ഒരുപാട് പത്നിമാരെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വസുദേവരുടെ വീട്ടിൽ, തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവിടെ പ്രവേശിച്ചു. അപ്പൊ എല്ലാവരെയും, എല്ലാ അമ്മമാരെയും, അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഭഗവാൻ പ്രണാമം ചെയ്തു. ഭഗവാന്റെ ശിരസ് അവരുടെ പാദങ്ങളിൽ വെച്ചിട്ട്. അതില് പ്രധാനപ്പെട്ട അമ്മ ആരാണ്? ദേവകി, അല്ലെ? കാരണം ദേവകി മാതാവിനാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് ഭഗവാന് എത്ര ഭാര്യമാരുണ്ടായാലും ശരി, എത്ര അമ്മമാരുണ്ടെങ്കിലും ശരി, എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നു. എല്ലാവരെയും ഈക്വലായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു പാർഷ്യാലിറ്റി ഇല്ല, അല്ലേ? അതായത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പിന്നെ അതായത് ഒരു കൂടുതൽ ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ചില ഇതിലൊക്കെ ഒന്നിൽ കൂടുതൽ ഭാര്യമാര്, അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഇന്ന് ആർക്കും പറ്റില്ല. അങ്ങനെ 16,108 കൊട്ടാരങ്ങളുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഭഗവാൻ പ്രസന്റ് ആയിരുന്നു. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഭഗവാൻ നമ്മളെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വിവേചനം, ഓക്കെ, ഈ ഭാര്യ എനിക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട്. അതുകൊണ്ട് അവിടെ യാതൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയില്ല. അതേപോലെ ഇവിടെ എല്ലാ അമ്മമാരെയും വണങ്ങി, ഒരാൾക്കും ഒരു പ്രശ്നമില്ല. നമ്മൾ കഥ കേട്ടിട്ടുണ്ട് ധ്രുവന്റെ, അല്ലെ? ധ്രുവന്റെ രണ്ടാനമ്മ ആരാണ്? സുരുചി, അല്ലെ? നമ്മുടെ പേരെന്താ? സുനീതി. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ താല്പര്യം, അവരുടെ ബിഹേവിയർ പാറ്റേൺ. സുരുചി അതായത് ആസ്വദിക്കുക, രുചിക്കുക. മറ്റ് നീതി കാണുന്നതാണ്. അപ്പൊ അവിടെ ധ്രുവന് ഇവൻ തന്റെ സ്വന്തം പിതാവിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, അത് ഭൗതിക ലോകത്ത്. എന്നിട്ടാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്കൊരു ആഗ്രഹം. അത് മാത്രമല്ല, ബ്രഹ്മാവിനെക്കാട്ടിലും വലിയ ഒരു രാജ്യം, ഒരു പദവി എനിക്ക് വേണം എന്നുള്ളതിലാണ് ഭഗവാനെ കാണാൻ വേണ്ടി. ആ സ്റ്റോറി അറിയാം. അപ്പൊ അവിടെയും കൂടി പാർഷ്യാലിറ്റി ഉണ്ട്. എത്ര വലിയ രാജാക്കന്മാരായാലും ശരി, രാജാക്കന്മാരായാലും ശരി, അവിടെയും കൂടിയും പാർഷ്യാലിറ്റി. ഇവിടെ ഭഗവാൻ ഒരു പാർഷ്യാലിറ്റി ഇല്ല. അമ്മമാർക്കും യാതൊരു പ്രശ്നമില്ല. ഈ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നു, ആ അമ്മയെ സ്നേഹിക്കുന്നില്ല. പറയുമ്പോൾ അവരെ രണ്ടാനമ്മമാരാണ്, സ്റ്റെപ്പ് മദേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ അതില് നേരത്തെ രജനി മാതാജി പറഞ്ഞ പോലെ 7 പേര് സിസ്റ്റേഴ്സ് ആണ്, ദേവിക അടക്കം. ആരുടെ മക്കളാണ് അവര്? ഉഗ്രസേനന്റെ. ഉഗ്രസേനന്റെ 7 മക്കള്. അതില് ദേവിക പ്രധാനപ്പെട്ടത്. പിന്നെ ഉള്ളത് രോഹിണി വേറെയാണ്. രോഹിണി അമ്മയാണ്. ടോട്ടൽ 18 ആണ്. അപ്പൊ ഉഗ്രസേനന്റെ മകൻ ആരാണ്? കംസൻ, അല്ലേ? കംസൻ. ഉഗ്രസേനന്റെ മകനാണോ കംസൻ? അതെ അതെ അതെ. അല്ല. പിന്നെ ആരുടെ മകനാണ്? ശൂരസേനന്റെ ആണ് പ്രഭുജി. അല്ല. കാശി രാജാവില്ലേ? ഉഗ്രസേനന്റെ ഭാര്യയുടെ മകനാണ്. അതായത് ഉഗ്രസേനന്റെ രൂപമെടുത്തിട്ട് ഒരു രാക്ഷസൻ ഉഗ്രസേനന്റെ ഭാര്യയെ ഗർഭവതിയാക്കി. അങ്ങനെ ജനിച്ചതാണ്. അതുകൊണ്ടാണ് ആ രാക്ഷസ സ്വഭാവം വന്നത് കംസൻ. അങ്ങനെയാണ്. അപ്പോ കംസൻ ഉഗ്രസേനന്റെ മകനല്ലെങ്കിലും അമ്മ ഇവരെല്ലാം ഒന്നാണ്. അപ്പൊ അങ്ങനെ ആ ദേവകിയെ, റിയൽ മദർ, ഇവിടെ എഴുതിയിരിക്കുന്ന പ്രഭാതം എഴുതിയിരിക്കുന്നത്, ദേവകിയെ എങ്ങനെ ബഹുമാനിച്ചു. അതേപോലെ എല്ലാ അമ്മമാരെയും, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടാനമ്മ പറയും, സ്റ്റെപ്പ് മദർ പറയും, സ്റ്റെപ്പ് ബ്രദർ, അങ്ങനെയൊക്കെ ഓരോ വാക്കുണ്ട്.
പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് നീതി പുലർത്താൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഭൗതിക ലോകത്തിൽ ഒരിക്കലും. അതിനാണ് ധ്രുവന്റെ കാര്യം പറഞ്ഞത്. അതേപോലെ ചിത്രകേതു അല്ലേ, ചിത്രകേതുവിന് എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ മക്കളുണ്ടായിരുന്നില്ല. ആ കൃതദ്യുതിക്ക് മാത്രം ഒരു മകൻ ജനിക്കാനുള്ള ഒരു വരം കിട്ടി. പക്ഷെ ആ മകൻ ജനിച്ച ശേഷം മറ്റുള്ള വൈഫ്സ്, ചിത്രകേതുവിന്റെ മറ്റ് പത്നിമാര് എന്താണ്, ഈ ചെറിയ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്തത്. കാരണം കൃതദ്യുതിക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും മറ്റുള്ളവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ എന്തായി? അസൂയ, ശത്രുത. അപ്പൊ എന്താണ് കാരണം? ഈ കുട്ടി കാരണമാണ്. ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടി ആരാണ്? കൃതദ്യുതൻ, ആദ്യത്തെ, അതായത് പ്രധാനപ്പെട്ട പത്നിയുടെ ആയിരുന്നു കുട്ടി. അപ്പൊ അത് കാരണം ആ പത്നിയോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് ശത്രുത വന്നു, അസൂയ തോന്നി, ഈ കുട്ടിയും കൂടി മരിച്ചു അല്ലേ. അപ്പൊ ഇതാണ് ഭൗതിക ലോകത്ത് നടക്കുന്നത്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാൻ അങ്ങനെ യാതൊരു പക്ഷപാതവും ഇല്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നു. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നു. ഇതാണ് ഭഗവാൻ. So after entering the house of his father, he was embraced by the mothers present, and the Lord offered his obeisances unto them by placing his head at their feet. The mothers were headed by Devaki, his real mother. So it appears that Vasudeva, the father of Lord Krishna, had completely separate residential quarters where he lived with his 18 wives. ഇവിടെ എഴുതിയിട്ടുണ്ട് 18 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ 16,108 പത്നിമാർക്ക് അത്രയും സെപ്പറേറ്റ് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രഭുപാദർ ഏതൊരു പുറപ്പെട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, റെക്കോർഡ് ഹൈദരാബാദിലെ നവാബിന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അന്നത്തെ കാലത്ത് മുഗൾ ഭരണകാലത്ത് ഒരു നവാബ് ഉണ്ടായിരുന്നു ഹൈദരാബാദ്. അദ്ദേഹത്തിന് 100 പത്നിമാരുണ്ടായിരുന്നു. പക്ഷെ 100 പത്നിമാർക്കും ഒരേപോലെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് 100 പത്നിമാരുടെയും സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളെ നമ്മൾ അനുകരിക്കാൻ പാടില്ല. ഭഗവാന്റെ നിർദ്ദേശത്തെ അനുസരിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ അതായത് ഒരുപാട് കല്യാണം കഴിച്ചു, ഒരുപാട് ഭാര്യ മരിച്ചു, ഞാനും അങ്ങനെ ചെയ്യാൻ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം എടുത്തിട്ടുണ്ട്. അത് ചെയ്യും. അത് 7ാമത്തെ വയസ്സിലാണ്. 8-9 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ രാസലീല കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ. അപ്പൊ ആദ്യം ഇത് കൂടുതൽ കല്യാണം കഴിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർ ആദ്യം ഗോവർദ്ധൻ, അത് പോട്ടെ, നേരത്തെ പറഞ്ഞ ഗോവർദ്ധൻ പോട്ടെ, ഒരു ടേബിളെങ്കിലും ഒരു കൈ കൊണ്ട് ഉയർത്തട്ടെ. അപ്പൊ അതൊന്നും നോക്കുന്നില്ല. എന്താണോ നോക്കുന്നത്? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രം നമ്മൾ സ്വീകരിക്കാം. അപ്പൊ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ തന്നെ ഭഗവത്ഗീതയിൽ ഒരുപാട് ഫേവറബിളും അൺഫേവറബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഫേവറബിൾ ആയിട്ട് മാത്രം എടുക്കുക, അതിനെ ഭഗവാനെ അനുകരിക്കുക. അത് ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാനെ അനുകരിക്കാൻ നമുക്ക് പറ്റില്ല, ഭഗവാന്റെ ഭക്തന്മാരെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാന്റെ ലീലകൾ കൂടെ ഒരുപാട് നിർദ്ദേശങ്ങൾ, നമുക്ക് ഗുണപാഠങ്ങൾ തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഭഗവാൻ അതിട്ടുണ്ട്. ശിവൻ അത് ചെയ്തിട്ടുണ്ട്. ശിവൻ മത്സ്യമാംസം കഴിച്ചിട്ടുണ്ട്, ശ്രീരാമൻ മത്സ്യമാംസം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പലതരത്തിലും അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അത് ശരിയാണോ? അല്ല, അത് ഭഗവാനാണ്. നമ്മൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ആണ് ഭഗവാൻ അത് ചെയ്തോ ചെയ്തില്ലേ, കഴിച്ചോ കഴിച്ചില്ലേ, അത് ഭഗവാനാണ്. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ശിവൻ ഈവൻ കാലക്കൂട്ടം വിഷം കഴിച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മളെ ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ സാധാരണ എന്താണ് അതായത് അഭക്തന്മാരായിട്ടുള്ള ആൾക്കാര് എന്താണോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അനുകൂലമായിട്ടുള്ള ആ തത്വങ്ങളെ സ്വീകരിക്കുക. നമുക്ക് ഫേവറബിൾ അല്ലാത്ത ആ തത്വങ്ങളെ അത് തിരസ്കരിക്കുക. അതല്ല വേണ്ടത്. ഭഗവാൻ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അർജുനന് എന്താണ് നിർദ്ദേശം കൊടുത്തത്? ഭഗവത്ഗീതയിലൂടെ. ആ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ഉൾക്കൊണ്ടത്. അവിടെ നമ്മുടെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്, അനുകരണമല്ല അനുസരണമാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും നമ്മൾ. അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്രഹത്തിന്റെ അധീനത്തിൽ വരും. അത് പിന്നെ ഗ്രഹം പ്രകൃതി നിശ്ചയിച്ചോളും നമ്മൾ എന്താണോ എന്നുള്ളത്.
So it appears that Vasudeva, the father of Lord Krishna, had completely separate residential quarters where he lived with his 18 wives. Out of whom Srimati Devaki is the real mother of Lord Krishna. But in spite of this, all other stepmothers were equally affectionate to him, as will be evident from the following verse. അപ്പോൾ എല്ലാവരോടും ഈക്വൽ ആയിട്ട് സമഭാവനയോടുകൂടിയാണ് ഭഗവാൻ കണ്ടിരുന്നത്. ഒരു പക്ഷപാതം അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് ഈ ശ്ലോകത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രവാദം അവിടെ പറയുകയാണ്. Lord Krishna also did not distinguish his real mother from his stepmothers, and he equally offered his obeisances unto all wives of Vasudeva present on the occasion. അപ്പോൾ ഇവിടെ ഭഗവാനും അതേപോലെ ഈവൻ ശ്രീറാം, ഓക്കെ, എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, ശ്രീറാം ആരുടെ മകനാണ്? കൗശല്യയുടെ, അല്ലേ? പക്ഷേ കൈകേയിലും ശരി, സുമിത്രയിലും ആരെയും ശരി, എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ഭഗവാൻ അവിടെ കണ്ടിരുന്നത്. അവിടെ ഒരു പാർഷ്യാലിറ്റിയും കാണിച്ചില്ല. ഇതാണ് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, സമോഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളുടെയും പരം പിതാവാണ്. അഹം ബീജ പ്രതാപിത, അല്ലെ? ഐ ആം ദ സുപ്രീം ഫാദർ. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരേപോലെ കാണുന്നത്. എനിക്കൊരാളോടും ഒരു പാർഷ്യാലിറ്റി ഇല്ല. അപ്പോ അത് ഭൗതിക ലോകത്തിൽ വരുമ്പോ ഞാൻ എൻ്റെ അഹം മമേതി, ആ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ഞാന് എൻ്റെ, അടുത്ത വീട്ടിലെ ആൾക്കാരെ എൻ്റെ അല്ല. പക്ഷെ ഒരു പണ്ഡിതൻ, ഭഗവത്ഗീതയിൽ പറയുന്നത് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിയസിനി സുനിച്ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശന. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ശുദ്ധഭക്തൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ശിലപ്രഭുപാദ അദ്ദേഹത്തിന്റെ ഫാമിലി 5-6 ആൾക്കാരുണ്ടായിരുന്നു. 4-5 കുട്ടികളും തൻ്റെ പത്നിയാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. അവരെ വിട്ടു കുറച്ച് മെമ്പേഴ്സ് ഉള്ളൂ. അദ്ദേഹം ലോകത്തിലെ എല്ലാവരും തൻ്റെ ഫാമിലി മെമ്പേഴ്സായി കണ്ടു. അതാണ് ഒരു ശുദ്ധ ഭക്തൻ ചെയ്യേണ്ടത്. പണ്ഡിതൻ അതാണ്. ആ തലത്തിലേക്ക് എല്ലാവരെയും ഒരേപോലെ, എല്ലാവരെയും തൻ്റെ സിബ്ലിങ്സ് ആയിട്ട് കാണുക. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാം, അല്ലേ? മമായി വാംശോ ജീവലോകെ ജീവഭൂത സനാതന, എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. കുറച്ച് ആൾക്കാർ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല ഭഗവാന്റെ അംശം. എല്ലാ ജീവജാലങ്ങളും, അത് ജലത്തിൽ ജീവിക്കുന്നതായിക്കോട്ടെ, ആകാശത്തിൽ ജീവിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളായിക്കോട്ടെ, എല്ലാവരും ഭഗവാന്റെ പുത്രന്മാരാണ്, ഭഗവാന്റെ മക്കളാണ്. അപ്പോൾ എല്ലാവരോടും സമഭാവന വെച്ച് പുലർത്തുന്നതാണ് ഭഗവാന്റേത്. അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരും ഉത്തമാധികാരികളൊക്കെ ആ തലത്തിലിരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് പ്രഭുപാദയ്ക്ക് ഒരു ചെറിയ ഫാമിലിയെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ ഈ ഭൂമിയിലെ എല്ലാവരെയും തൻ്റെ ഫാമിലിയായിട്ട് പ്രഭുപാദയ്ക്ക് കിട്ടി, അല്ലേ? ഇന്ത്യ വിട്ടിട്ട് അമേരിക്കയിലാണ് പോയത്. ഒരു ബന്ധമില്ല, ഒരു കണക്ഷനും ഇല്ല പ്രഭുപാദയ്ക്ക് അവരോടായിട്ട്. ഏതോ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർ അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ തൻ്റെ മക്കളായി, തൻ്റെ ഡിസൈപ്പിൾസായി കാണാൻ ആർക്കും സാധിക്കും. അതാണ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഓക്കെ, അതാണ് നമ്മുടെ ഗ്രേറ്റ്നെസ്. അവരെയാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. മഹാത്മാക്കളാണ് അവരൊക്കെ. അവരെല്ലാം മഹാത്മാക്കളാണ്. മഹാത്മാവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുരാത്മാവ്, കൃപണന്മാര്. നമ്മളെല്ലാം കൃപണന്മാരെ കാണിച്ചാൽ നമ്മളൊക്കെ എന്താ? അഹം മമേതി. ഭാഗവതത്തിലൊരു ശ്ലോകം വരുന്നുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവായി, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവായി, അവനവൻ്റെ മക്കളായി. അപ്പൊ എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കള് എല്ലാം എൻ്റെ മറ്റുള്ളവരെ എങ്ങനെയും വേണ്ടില്ല. ഇതാണ് നമ്മളുടെ ഭൗതിക ലോകത്ത് സംഭവിക്കുന്നത്. നമുക്ക് ആ കാഴ്ചപ്പാടില്ല. നമ്മളെല്ലാം കൃപണന്മാരാണ്, മഹാത്മാക്കളല്ല. അപ്പൊ നമ്മൾ ബന്ധിക്കപ്പെട്ടു. അറ്റാച്ച്മെന്റ്, ആസക്തി, എനിക്ക് എൻ്റേത് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത് മഹാത്മാക്കള്. എല്ലാം എൻ്റെയാണ്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും എൻ്റെ സിബ്ലിങ്സ് ആണ്.
എൻ്റെ ആൾക്കാർ. കാരണം വെച്ചാൽ അവരെല്ലാം ഭഗവാന്റെ അംശമാണ്, ഞാനും ഭഗവാന്റെ അംശമാണ്. അപ്പോൾ എല്ലാവരെയും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബേസിസിൽ അവരെ വേറായിട്ട് കാണുന്നില്ല മഹാത്മാക്കള്. അതാണ് ഭഗവാൻ പറയുന്നത്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ ഗവി ഹസ്തിനി സുനിച്ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശന. അവരെ അതായത് അത് ബ്രാഹ്മണനായാലും ശരി, അത് സിംഹമായാലും ശരി, ആനയും ശരി, അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ ചണ്ടാലൻ ആരാണെങ്കിലും ശരി, എല്ലാവരെയും സമഭാവത്തോടെ കാണുന്ന, അവർ വ്യത്യസ്തമായിട്ടുള്ള ശരീരം ധരിച്ചാലും ശരി, അവരെല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്ന് പറയുന്നു. So his real mother from his stepmothers, and he equally offered his obeisances unto all the wives of Vasudeva present on the occasion. According to scriptures also, there are 7 mothers. പ്രവാദ നമ്മുടെ ശാസ്ത്രപ്രകാരം 7 അമ്മമാരെയാണ് പറയുന്നത്. ഓക്കെ, അതാണ് ദ റിയൽ മദർ. റിയൽ മദർ മീൻ നമുക്ക് ജന്മം തന്ന മദർ, ബയോളജിക്കൽ മദർ. പിന്നെ ദ വൈഫ് ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ, ഗുരുവിന്റെ പത്നി, ഗുരുപത്നി. ഓക്കെ, അപ്പൊ ഗുരുവാണ് നമുക്ക് രണ്ടാമത്തെ ഉപനയനം കഴിയുമ്പോൾ, ദ്വിജ ആക്കുമ്പോൾ, ആ സംസ്കാരം കഴിയുമ്പോൾ സ്പിരിച്വൽ മാസ്റ്റർ നമ്മളുടെ ഫാദർ. അപ്പൊ ആ സ്പിരിച്വൽ മാസ്റ്ററുടെ പത്നി ആണ് രണ്ടാമത്തെ അമ്മ. ദ റിയൽ മദർ, ബയോളജിക്കൽ മദർ. പിന്നെ സ്പിരിച്വൽ മാസ്റ്ററുടെ ഗുരുവിന്റെ പത്നി, ഗുരുപത്നി. ദ വൈഫ് ഓഫ് എ ബ്രാഹ്മണ പത്നി. ദ വൈഫ് ഓഫ് ദ കിങ്, രാജാവിന്റെ പത്നി. കൗ, പശു. ദ നേഴ്സ്, ധാത്രി. ആൻഡ് 7th എർത്ത്, ഭൂമി. അങ്ങനെ 7 പേര് നമ്മൾ അമ്മയായിട്ട് കാണുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രപ്രകാരം. സോ ഓൾ ഓഫ് ദം ആർ മദേഴ്സ്, എല്ലാവരും അമ്മമാരാണ്. ഈവൻ ബൈ ദിസ് ഇൻജങ്ഷൻ ഓഫ് ദ ശാസ്ത്രാസ്, ദ സ്റ്റെപ്പ് മദർ ഹു ഇസ് ദ വൈഫ് ഓഫ് ദ ഫാദർ ഈസ് ആൾസോ ആസ് ഗുഡ് ആസ് ദ മദർ, ബിക്കോസ് ദ ഫാദർ ഈസ് ആൾസോ വൺ ഓഫ് ദി സ്പിരിച്വൽ മാസ്റ്റർ. അപ്പോൾ നമ്മള് മാതാപിതാ ഗുരുദൈവം. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ ഫാദറും നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററാണ്. ഫാദർ ആൾസോ ഈ സ്പിരിച്വൽ മാസ്റ്റർ. അതുകൊണ്ട് ആ ഫാദറുടെ മറ്റ് പത്നിമാരെയും നമ്മുടെ അമ്മയെ പോലെ കാണണം, അതിന് വ്യത്യാസം കാണാൻ പാടില്ല എന്നാണ്. ഈവൻ ബൈ ദിസ് ഇൻജങ്ഷൻ ഓഫ് ദ ശാസ്ത്രാസ്, ദ സ്റ്റെപ്പ് മദർ ഹു ഇസ് ദ വൈഫ് ഓഫ് ദ ഫാദർ ഈസ് ആൾസോ ആസ് ഗുഡ് ആസ് മദർ, ബിക്കോസ് ദ ഫാദർ ഈസ് ആൾസോ വൺ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. Lord Krishna, the Lord of the universe, plays the part of an ideal son just to teach others how to treat their stepmothers. അപ്പോൾ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് കാണിച്ചിരുന്നത്. എല്ലാവരെയും ഒരേപോലെ തന്നെ നമ്മൾ കാണണം, ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ടെക്സ്റ്റ് 29. താ പുത്രമങ്കമാരോപ്യ സ്നേഹസ്നുതാ പയോധരാം ഹർഷവിഹ്വാലിതാത്മനഃ ശിശുചുർനേത്രജൈർജലൈ. താ പുത്രം അങ്കമാരോപ്യ സ്നേഹസ്നുതാ പയോധരാം ഹർഷവിഹ്വാലിതാത്മനഃ ശിശുചുർനേത്രജൈർജലൈ. ഹരിബോൾ. കേൾക്കുന്നില്ല? ആരാ വായിക്കുന്ന? ഞാൻ വായിച്ചോട്ടെ പ്രഭുജി. വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. താപുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധരാ ഹർഷവിഹ്വാലിതാത്മാന ശിശിചുർനേത്രജൈർജലേ. വിവർത്തന ശ്രീല പ്രഭാതിക്ക് ജയ്. അവരുടെ പുത്രനെ ആശ്ലേഷിച്ച ശേഷം ജനനിമാർ അദ്ദേഹത്തെ അവരുടെ മടിയിലിരുത്തി. പരിശുദ്ധമായ വാത്സല്യത്താൽ അവരുടെ സ്തനങ്ങളിൽ നിന്നും പാൽ ചുരന്നു. ആനന്ദ പാരവശ്യത്താൽ അവരുടെ നയനങ്ങളിൽ നിന്നും പ്രവഹിച്ച അശ്രുക്കൾ ഭഗവാനെ ഈറനണിയിച്ചു. ഹരേ കൃഷ്ണ. The mothers, after embracing the son, sat him on their laps. Due to pure affection, Mills' eyes wetted the sun. ഒരു ഇൻകൺസീവബിൾ ആണ്. നമുക്ക് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ. അതായത് എല്ലാവരും ഭഗവാനെ എംബ്രേസ് ചെയ്തു. എല്ലാവരും നമ്മുടെ മകൻ എൻ്റെ അടുത്ത് മാത്രമാണ്, എന്നെ വണങ്ങുന്നു, എന്നെ ആലിംഗനം ചെയ്യുന്നു, എല്ലാവരും അതാ. അതായത് മറ്റുള്ളവർക്കും കാണുന്നില്ല, അവർക്ക് അവരുടെ മാത്രമേ ആ ഭഗവാൻ മോനെ മാത്രമേ കാണുന്നു. പക്ഷെ ഭഗവാൻ എല്ലാവരുടെ അടുത്തും ഒരേ സമയത്ത് തന്നെ
ഈ ആദാന പ്രദാനം ചെയ്യുന്നുണ്ട്, റെസിപ്രോക്കൽ ഡീലിങ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ കാണുന്നില്ല. ഓരോരുത്തർ വിചാരിക്കുന്നു എന്റെ മകൻ എന്റെ അടുത്ത് വരുന്നു, എന്നെ പ്രണമിക്കുന്നു, എന്നെ ആലിംഗനം ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് അവർ ഓരോരുത്തരും കിട്ടുന്നത്. പക്ഷെ ഭഗവാൻ എങ്ങനെ എല്ലാ പതിമാരുടെയും അടുത്ത് പ്രസന്റ് ആണോ, അതേപോലെ ഇവിടെ എല്ലാ അമ്മമാരുടെ അടുത്തും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് അവരുടെ അടുത്ത് മാത്രം അത് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവരെല്ലാം തന്റെ മടിയിലിരുത്തി. നമുക്കറിയാം ഭഗവാൻ മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഏകദേശം 100 വയസ്സുണ്ട് അല്ലെ. അവർ 100 വയസ്സായിട്ടുള്ള ഒരു മകനെ തന്റെ അമ്മ മടിയിലിരുത്ത സാധാരണ സ്ഥിതി നടക്കാറില്ല. ഉണ്ടോ? കേൾവിയും കൂടിയില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഭഗവാനാണ്, എല്ലാം നടക്കും. ഇൻകൺസീവബിൾ ആണ്. അത് മാത്രമല്ല, ഡ്യൂ ടു പ്യുവർ അഫെക്ഷൻ, ആ വാത്സല്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, മിൽക്ക് സ്പ്രാങ് ഫ്രം ദാറ്റ് ബ്രസ്റ്റ്, അവരുടെ സ്ഥലങ്ങളിൽ നിന്നും പാല് വന്നു എന്ന് പറയുന്നത് അവരുടെ ആ വാത്സല്യം കാരണം. സാധാരണ ഒരു കുട്ടി ജനിച്ച് പാല് കൂടി നിന്നാൽ പിന്നെ എവിടെ നിന്നാണ് പാല് വരിക? ഇത് സയൻസിലൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് വാത്സല്യം, ഇതാണ് അഫെക്ഷൻ. They were overwhelmed with delight and tears from their eyes wetted the Lord. അവരുടെ അശ്രുളെ കൊണ്ട് ഭഗവാനെ മുഴുവനെ നനപ്പിച്ചു. ഭഗവാൻ മുഴുവൻ നനഞ്ഞു എന്ന് പറയുന്നത്, കുളിപ്പിച്ചു അശ്രുധാര കൊണ്ട്. So when Lord Krishna was at Vrindavana, even the cows would become moistened by affection towards him. വൃന്ദാവനത്തില് ഉള്ള സമയത്ത് ഈവൻ പശുക്കൾക്ക് അവർക്ക് നമ്മളെ പോലെ കോൺഷ്യസ്നെസ് ഇല്ല, ഹയർ കോൺഷ്യസ്നെസ് ഇല്ല. അവരുടെ കോൺഷ്യസ്നെസ് എന്താണ്? സങ്കുചിത. വൃക്ഷങ്ങളുടെ എല്ലാം ആവൃത്തം. ഇവരുടെ സങ്കുചിത കോൺഷ്യസ് ആണ്. നമ്മളുടെ എന്താണ്? അതിനും ഉയർന്നാണ്. മുകുളിത, ബഡിങ്, വികസിത, പൂർണ്ണ വികസിത, അങ്ങനെയാണ്. അപ്പോ ആ മൃഗങ്ങളായിട്ടുള്ള പശുക്കൾക്കും കൂടിയിട്ട് അവരുടെ അടർ നിന്ന് എന്താണ് പാല് വന്നു എന്ന് പറയുന്നത്, അഫെക്ഷൻ കൊണ്ട്. So what to speak of mothers? So, and he would draw milk from the nipples of every affectionate living being. പാല് കുടിക്കുമായിരുന്നു ഭഗവാൻ. So what to speak of the stepmothers were already as good as his own mother. അപ്പോ അവരുടെ, അതായത് ഭഗവാന്റെ സ്റ്റെപ്പ് മദേഴ്സ്, അവരെ പറ്റി പറയാനുണ്ടോ? ഇതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അചിന്ത്യമാണ്. നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന എത്രയോ. അതുകൊണ്ട് ഭഗവാൻ നമ്മളുടെ ഗുരു സാധു ശാസ്ത്രം എന്താണ് പറയുന്നത്? അത് ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ വിശകലനം ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിന്റെ ഒരു കാര്യമില്ല. ഇതൊന്നും നമ്മൾ സാധാരണ ആൾക്കാരോട് പറഞ്ഞാൽ ഇതെല്ലാം എന്ന് പറയും, നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറയും, തലയ്ക്ക് സുഖമില്ല, ഇങ്ങനത്തെ ഒക്കെ നടക്കാൻ പോകുന്നതാണോ? കാരണം നമ്മളുടെ പരിമിതമായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ്. നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഭഗവാന്റെ അതുകൊണ്ടാണ് നേരത്തെ പർപ്പോട്ടിലും പ്രഭുപാദ് പറയുന്നത് ഇതെല്ലാം അചിന്ത്യമാണ്, ഇൻകൺസീവബിൾ ആണ്, നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. സോ അടുത്തത് 30th നെക്സ്റ്റ് ക്ലാസ്സിൽ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे, हरि हरि बोल। कृष्ण।